നരേന്ദ്രമോദി പെട്ടെന്ന് ഗിയർ മാറ്റിക്കളഞ്ഞല്ലോ. മുഴുവൻ വർഗീയ പരാമർശങ്ങളായല്ലോ പ്രസംഗത്തിൽ. അതോടുകൂടി അവർ തന്നെ ആം ആദ്മി പാർട്ടി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ 2-3% പതിയെ താണു. എല്ലാ കാലഘട്ടത്തിലും ഈ സഹതാപ തരംഗം ഉണ്ടാവില്ലല്ലോ. ആ സഹതാപ തരംഗം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ വന്നു. പിന്നീട് നരേന്ദ്രമോദി ഗിയർ മാറ്റിയപ്പോൾ, പ്രത്യേകിച്ച് ഈ വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആ പറയുന്നത് 2-3% താഴ്ത്തി എന്നാണ്. അതായത് പിന്നീട് പഴയതുപോലെ തിരികെ പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആം ആദ്മി പറയുന്നത് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് ഈ പറയുന്ന വർഗീയ പരാമർശങ്ങളെ തിരികെ നേരിടേണ്ടത് എന്ന്. അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, ഞാൻ നാളെ രാവിലെ 11 മണിക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ പോകുന്നുവെന്ന്. വളരെ കൃത്യമായി ബി ജെ പിയുടെ ടാക്ടിക്സ്, ബി ജെ പിയുടെ ഈ വർഗീയ വിഭജന നയം, അതിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. 2020 നമ്മൾ CAയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ